ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, പെസഹ കാലം 6-ാം ഞായർ നമ്മുടെ വിചിന്തനത്തിനായി നൽകപ്പെടുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ 15:9 മുതൽ 17 വരെ വാക്യങ്ങൾ. മുന്തിരിച്ചെടിയും ശാഖകളും എന്ന ഉപമ നൽകിയതിനു ശേഷം കഴിഞ്ഞ ഞായറാഴ്ച 4-ാം സുവിശേഷകൻ യേശുവിൻ്റെ വിടവാങ്ങലിന് ശേഷം എപ്രകാരം ശിഷ്യർ അല്ലെങ്കിൽ വിശ്വാസ സമൂഹം യേശുവുമായി ഗാഢബന്ധത്തിൽ ആയിരിക്കണം എന്നതിൻ്റെ തലങ്ങൾ ഇവിടെ നൽകുകയാണ്. മുന്തിരിച്ചെടിയും ശാഖകളും എന്ന ഉപമയിൽ യേശുവിൻ്റെ വിടവാങ്ങലിന് ശേഷം വിശ്വാസ സമൂഹത്തിന് അവിടുന്നുമായി ഗാഢബന്ധത്തിൽ ആയിരിക്കുവാൻ കഴിയുന്നത് പ്രാർത്ഥനയിലൂടെ ആണെന്ന് നാം ചിന്തിച്ചു. പ്രാർത്ഥനയിലൂടെ വിശ്വാസ സമൂഹത്തിന് യേശുവുമായി ശരിയായ ബന്ധത്തിൽ ആയിരിക്കാം എന്നതിനോടൊപ്പം മറ്റ് തലങ്ങളും ഈ ബന്ധത്തിന് സാധ്യമാണെന്ന് സുവിശേഷകൻ വ്യക്തമാക്കുന്നു. അവയിൽ ഒന്ന് പരസ്പര സ്നേഹമാണ്. അതായത് വിശ്വാസ സമൂഹത്തിൽ ഓരോരുത്തരും അനുവർത്തിക്കേണ്ട ഒരാന്തരിക വ്യക്തിബന്ധത്തെയാണ് ഇത് അർത്ഥമാക്കുന്നത്. മുന്തിരിച്ചെടിയും ശാഖയും എന്ന ഉപമ ഈ ആന്തരിക വ്യക്തിബന്ധത്തിലും പ്രസക്തമാണ്. മുന്തിരിച്ചെടിയെ സൂക്ഷ്മമായ ഒരു പഠനത്തിന് വിധേയമാക്കുമ്പോൾ ശാഖകൾ പരസ്പരം വേർതിരിച്ചെടുക്കാനാവാത്ത വിധം കെട്ടുപിണഞ്ഞു കിടക്കുന്നതായി കാണാം. ഏതെങ്കിലും ഒരു ശാഖയുടെ ആരംഭമോ മറ്റൊരു ശാഖയുടെ അവസാനമോ സൂക്ഷ്മ ദൃഷ്ടിയായ ഒരാൾക്ക് പോലും കണ്ടെത്താനാകില്ല. ഒരു ശാഖയ്ക്ക് പോലും തനത് വ്യക്തിത്വമില്ല. ഓരോ ശാഖയും ചെടിയുടെ ഭാഗമാണ്, ഒപ്പം ഇതര ശാഖകളുടെ കൂട്ടായ്മയുമാണ്. ഓരോ ശിഖരവും വഹിക്കുന്ന ഫലം ആ ശിഖരത്തിന്റെ സ്വന്തമല്ല, എല്ലാ ശാഖകളുടെയും കൂട്ടായ്മയുടെ ഫലമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കണം എന്ന് യേശു പ്രസ്താവിക്കുമ്പോൾ യേശുവും വിശ്വാസ സമൂഹവും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തെയാണ് യേശു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് യേശു പ്രസ്താവിക്കുമ്പോൾ യേശുവും വിശ്വാസ സമൂഹവും തമ്മിലുള്ള ഗാഢ ബന്ധത്തെയാണ് യേശു അർത്ഥമാക്കുന്നത്. യേശുവിൻ്റെ വിടവാങ്ങലിന് ശേഷവും അവിടുന്നുമായി വിശ്വാസ സമൂഹം ഐക്യപ്പെട്ട് കഴിയുന്നത് പരസ്പരമുള്ള ഗാഢബന്ധത്തിലൂടെയാണ്. യേശുവിൻ്റെ വിടവാങ്ങലിന് ശേഷവും വിശ്വാസ സമൂഹത്തിന് അവിടുന്നുമായി ഐക്യത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്ന മറ്റൊരു തലമാണ് സമഭാവന, സ്നേഹിതർ. ഇവിടെയും മുന്തിരിച്ചെടിയും ശാഖകളും എന്ന പ്രതീകം അർത്ഥപൂർണമാകുകയാണ്. ഒരു സൂക്ഷ്മ നിരീക്ഷണത്തിന് മുന്തിരിച്ചെടിയെ വിധേയമാക്കുമ്പോൾ ഒരു ശാഖയും മറ്റൊരു ശാഖയേക്കാൾ ഉന്നതമല്ല എന്നും ഒരു ശാഖയ്ക്കും മറ്റൊന്നിനേക്കാൾ മേന്മയില്ലെന്നും മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എല്ലാ ശാഖകളും തുല്യരാണ്. അതായത് ശ്രേണി, ഹയറാർക്കി കൽപ്പിക്കാത്ത അടിമ ഉടമ, മാസ്റ്റർ സെർവന്റ്, വിവേചനമില്ലാത്ത ഒരു സമത്വം വിശ്വാസ സമൂഹത്തിൽ സംജാതമാകുക എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യേശുവിൻ്റെ വിടവാങ്ങലിന് ശേഷവും വിശ്വാസ സമൂഹം യേശുവുമായി ഐക്യപ്പെട്ട് ജീവിക്കുന്നത് ഓരോ അംഗവും ശാഖയും ദൈവത്തിൻ്റെ മുൻപിൽ തുല്യരാണെന്ന ചിന്തയാണ്. പദവിയും പ്രതാപവും കൊണ്ട് വേർതിരിക്കപ്പെടാത്ത ഒരു നവവിശ്വാസ സമൂഹം യാഥാർത്ഥ്യമാക്കാനുള്ള വിളിയും വെല്ലുവിളിയുമാണ് സമഭാവന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശുവിൻ്റെ വിടവാങ്ങലിന് ശേഷവും യേശുവുമായി ഗാഢബന്ധം പുലർത്തുന്നതിന് ലഭിക്കുന്ന
മറ്റൊരു തലം കൂടി സുവിശേഷകൻ മുന്നോട്ട് വയ്ക്കുന്നു. അതായത് വിശ്വാസ സമൂഹം ഫലം പുറപ്പെടുവിക്കുന്നതിലൂടെയും അത് നിലനിർത്തുന്നതിലൂടെയുമാണ് ഇത് സാധ്യമാകുന്നത്. വിശ്വാസ സമൂഹം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഫലം പുറപ്പെടുവിക്കുവാനും അത് നിലനിർത്തുവാനുമാണ്. ഇതിൽ ഒരു നിയോഗവും ദൗത്യവും അടങ്ങിയിരിക്കുന്നു. വീണ്ടും മുന്തിരിച്ചെടിയും ശാഖയും എന്ന പ്രതീകത്തിലേക്ക് സുവിശേഷകൻ വായനക്കാരെ തിരികെ കൊണ്ടുപോവുകയാണ്. അതായത് തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ കൂടുതൽ ഫലം നൽകുന്നു എന്ന് മുന്തിരിച്ചെടിയെ വീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. യേശുവിൻ്റെ വിടവാങ്ങലിന് ശേഷവും വിശ്വാസ സമൂഹം അവിടുന്നുമായി ഐക്യപ്പെട്ടിരിക്കുന്നു എന്നത് ബോധ്യപ്പെടുന്നത് വിശ്വാസ സമൂഹം തങ്ങൾക്ക് ലഭിച്ച നിയോഗത്തിനും ദൗത്യത്തിനും അനുസൃതമായി ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ്. പ്രിയമുള്ളവരെ, വിശ്വാസ സമൂഹത്തിൻ്റെ സ്വത്വം എന്താണെന്ന് മേൽ വിവരിക്കപ്പെട്ട തലങ്ങളിൽ നിന്ന് അടർത്തിയെടുക്കാവുന്നതാണ്. ഒന്ന്, സഭാ സമൂഹം പരസ്പര സ്നേഹബന്ധത്തിൽ ഇഴചേർക്കപ്പെടേണ്ടവരാണ്. രണ്ട്, വിശ്വാസ സമൂഹം വേർതിരിവുകളില്ലാത്ത സമഭാവനയുടെ പ്രതിരൂപമാണ്. മൂന്ന്, വിശ്വാസ സമൂഹം നിരന്തരം ഫലം പുറപ്പെടുവിക്കുവാൻ നിയോഗിക്കപ്പെട്ടതാണ്. ഈ വിഷയം ധ്യാനിക്കുന്ന നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതും ഇത് തന്നെയാണ്. ഞാൻ വിശ്വാസ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനല്ലെന്നും ഞാനും മറ്റുള്ളവരും ഒന്നാണെന്നും ഫലം പുറപ്പെടുവിക്കുവാനുള്ള ദൗത്യത്തിൽ ഞാനും പങ്കാളിയാണെന്നുമുള്ള സത്യം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.